ഈവനിങ്ങിലാണ് ഞാൻ കൂടുതൽ സമയം ഫോണിലിരിക്കുക. ആ സമയത്താണ് ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ നോക്കുക. ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു വിവരമില്ല. എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ 1-2 വീഡിയോ ഒക്കെ മക്കളെ കൊണ്ട് എടുപ്പിച്ച് അവരെന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. എനിക്കിതിനെ പറ്റിയിട്ട് ഒരു വിവരമില്ല, വീഡിയോ പോലും അവരെടുത്തത്. ഇപ്പോൾ പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും പോസ്റ്റ് ചെയ്യലൊക്കെ ഞാൻ തന്നെ പഠിച്ച്. അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്ക് ഉണ്ട്, അതിൻ്റെ ബാക്കിൽ കുറേ മിസ്റ്റേക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ പറയുന്ന വോയിസ് അല്ല എൻ്റെ ശരിക്കും വോയിസ്. അതെന്താണെന്ന് എനിക്കറിയില്ല, മൈക്ക് ഇല്ലാണ്ടായിരിക്കും തോന്നുന്നു. ഇനി മെല്ലെ ഒരു മൈക്കൊക്കെ വാങ്ങി സെറ്റാക്കണം. പിന്നെ ഇത് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ തുടങ്ങിയതാണ്. നമ്മളെ ആഗ്രഹങ്ങൾ നമ്മൾ എന്നല്ലേ സാധിപ്പിക്കണ്ടേ. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ചെയ്തതാണ്. കുറേ കാലമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അതിന് വേണ്ടി തുടങ്ങി. ഇത് വിജയിക്കോ പരാജയപ്പെടുമോ എന്നൊക്കെ അറിയില്ല, പക്ഷെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ ആഗ്രഹം നടന്നല്ലോ എന്ന് സമാധാനിക്കുള്ളൂ. പിന്നെ കുറേ ബാഡ് കമൻ്റൊക്കെ വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാനൊക്കെ ക്ഷമിക്കുകയാണ്. കാരണം എല്ലാത്തിനും ഉണ്ടാവില്ല ഒരു നെഗറ്റീവും പോസിറ്റീവും. അങ്ങനെ വൈകുന്നേരം സമയങ്ങളിൽ കുറച്ച് നേരം ഞാൻ പുറത്തൊക്കെ ഒന്ന് പോകും, പുറത്ത് വന്നിരിക്കും. കാരണം ഫുൾ ടൈം അങ്ങനെ വീടിൻ്റെ ഉള്ളിലിരിക്കണം എനിക്ക് ഇഷ്ടമല്ല, മനസ്സിനൊരു സ്ട്രെസ്സ് പോലെ. അപ്പോൾ കുറച്ച് സമയം ഞാൻ ചെടികളും പറമ്പിലും ഒക്കെ ഒന്ന് വന്നിരുന്നിട്ട് ഒന്ന് റിലാക്സ് ആയതിനു ശേഷമാണ് ഞാൻ അകത്തേക്ക് പോവുക. അതെന്നും ഞാൻ കുറച്ച് നേരം വന്നിരിക്കും കേട്ടോ, എല്ലാ ദിവസവും വന്നിരിക്കും. അതിന് ശേഷമാണ് ഞാൻ ഈ യൂട്യൂബിൽ ഓരോ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുക. മിക്കവാറും രാത്രിയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുക. കാരണം മറ്റുള്ള സമയത്തൊക്കെ നമ്മൾക്ക് ഓരോ തിരക്കിൻ്റെ ഇടയിൽ ഇതിന് നിൽക്കുമ്പോൾ രണ്ടും ഒരു കാര്യം നടക്കാണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം മാറ്റി വെക്കും രാത്രിയിൽ. പിന്നെ ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ലെങ്കിൽ രാവിലെ കുട്ടികളോട് ചോദിക്കൂ. ഈ കാണുന്ന ഞങ്ങളെ വീട്ടിലെ തൊട്ടടുത്ത വീട്ടിലൊരു പ്ലാവുണ്ട്, അവിടുത്തെ ചക്കയാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിലിരുന്നാൽ തന്നെ ഇത് കാണാം. ഇതിൽ നിറയെ കായ ഉണ്ടാവും. ഇപ്രാവശ്യം അതൊക്കെ കഴിഞ്ഞിരിക്കണം. ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള ചക്കയാണ് പാകത്തിന്. നല്ല മധുരമുണ്ട് ഈ ചക്കക്ക്. അങ്ങനെ പുറത്ത് കുറച്ച് നേരം കുട്ടികളൊക്കെ കളിക്കണതും അവരെ ബഹളങ്ങളും ഒക്കെ കേൾക്കാൻ തന്നെ ഒരു സുഖമാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ തല്ലും അടിയും ഒക്കെ നടക്കുന്നുണ്ട്, അതിനൊന്നും ഒരു കുറവുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ആഴ്ചയിൽ 2 ദിവസം പറമ്പിലൊക്കെ ഇറങ്ങിയിട്ട് പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ആരെങ്കിലും സഹായത്തിന് ഉണ്ടെങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വന്തമായി ക്ലീൻ ചെയ്യും. ഇപ്പം പിന്നെ ഈ പാമ്പിൻ്റെ ഒക്കെ ശല്യമുള്ള കാരണം തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും കൂടി കിടക്കണത് കാണുമ്പോൾ തന്നെ പേടിയാണ്. അപ്പോൾ ഞാൻ മിക്കവാറും അങ്ങനെയുള്ളതൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് തീയിടും. അങ്ങനെ ഞാൻ അകത്ത് വന്ന് ഒരു ചായ ഇടാൻ പോവാണ്. ഇതെൻ്റെ ഭാബി തന്ന ചക്കയാണ് കേട്ടോ, കട വൈഫ്. അത് അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവരെന്തുണ്ടെങ്കിലും എനിക്ക് തരും. ഇന്നാള് ഞാൻ മാങ്ങക്കറി ഉണ്ടാക്കിയില്ലേ, ആ മാങ്ങ അന്ന് ഭാബി കൊണ്ടുവന്നതാ. ഈ ചക്ക അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ പറഞ്ഞ്. അവർക്ക് എന്നോട് എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നണം. എന്തുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ ഒരു ഭാഗം തരും. ഞാൻ തിരിച്ചെന്താ കൊടുക്കണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷെ അവിടുന്ന് എന്തും എപ്പോഴും ആയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അങ്ങനെ ചക്ക ഒക്കെ പറിച്ച് നല്ലൊരു ചക്കയായിരുന്നു. ഞാൻ ചായ ഉണ്ടാക്കി. ചായ പകുതിയും പുറത്താണ് കേട്ടോ പോയത്. ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്തിട്ടൊക്കെ ഇടുമ്പോൾ അതിനുള്ള ടൈമൊന്നും എനിക്കില്ല. അപ്പോൾ മാക്സിമം കുറേയൊക്കെ കട്ട് ചെയ്യും, പിന്നൊക്കെ ബാക്കി അങ്ങനെ തന്നെ ഇടുക ചെയ്യുക. എല്ലാം എഡിറ്റ് ചെയ്യാനും സ്കിപ്പ് ചെയ്യാനും നിന്നാൽ പിന്നെ വീഡിയോ നമ്മൾ വീണ്ടും എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് കിട്ടുന്ന കുഴപ്പമില്ല എന്നുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ ഇതിലിടുക. അങ്ങനെ ഞാൻ ചായയും ചക്കയൊക്കെ കഴിക്കുകയാണ്. ചക്ക കഴിച്ചാൽ പെട്ടെന്ന് വയറ് വെക്കണ കാരണം തന്നെ ഇനിയിപ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്നും ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.